SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് 1903 മെയ് 15. ഇനി മലയാള വർഷമാണെങ്കിൽ 1078 ഇടവം 2. SNDPയുടെ ആസ്ഥാനമാണ് കൊല്ലം. കേരളത്തിലെ ആദ്യ ജനകീയ സംഘടനയാണ് SNDP. കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഉണ്ടായിരുന്നു SNDPയിൽ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടി യോഗം. അങ്ങനെ വാവൂട്ടി യോഗം SNDP യോഗത്തിൻ്റെ മുൻഗാമിയെന്ന് അറിയപ്പെടുന്നു. വാവൂട്ടി യോഗം SNDP യോഗത്തിൻ്റെ മുൻഗാമിയെന്ന് അറിയപ്പെടുന്നു. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം സ്ഥാപിതമായത്. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം സ്ഥാപിതമായത്. ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരുവിനെ പ്രസിഡൻ്റാക്കിക്കൊണ്ട് SNDP സ്ഥാപിതമായത്. എന്നാൽ പൽപ്പുവിന് പ്രചോദനം കിട്ടിയത് സ്വാമി വിവേകാനന്ദനിൽ നിന്നായിരുന്നു. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ മാതാ പെരുമാൾ. അപ്പോൾ SNDP 1903 ഫോം ചെയ്തു. അതേപോലെ 1904 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീ സമാജവും രൂപീകൃതമായി. അതിൻ്റെ അധ്യക്ഷയായിരുന്നു മാതാ പെരുമാൾ. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഇനി വിവേകോദയത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിവേകോദയം സ്ഥാപിതമായത് 1904 മെയ് 13. 1904 മെയ് 13 റിലേറ്റ് ചെയ്ത് പഠിക്കാം. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. തൊട്ടടുത്ത വർഷം മെയ് 15 2 ദിവസം മുന്നേ 1904 മെയ് 13 വിവേകോദയം സ്ഥാപിതമായത്. അത് സ്ഥാപിച്ചത് കുമാരനാശാനാണ് കേട്ടോ, വിവേകോദയം എന്ന് പറയുന്ന പത്രം. ഇനി 1904 ഇത് സ്ഥാപിക്കുമ്പോൾ അതിലെ പത്രാധിപനായിരുന്നു M. ഗോവിന്ദൻ. 1904 സ്ഥാപിതമാകുമ്പോൾ പത്രാധിപനായിരുന്നു M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട പത്രം ഇതാണ്, വിവേകോദയമാണ് കേട്ടോ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട പത്രവും വിവേകോദയമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ആദരസൂചകമായിട്ടാണ് വിവേകോദയം എന്ന പത്രത്തിന് പേര് കൊടുത്തത്. അപ്പോൾ സ്വാമി വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് പത്രത്തിന് എന്ത് പേര് കൊടുത്തത്? വിവേകോദയം എന്ന പേര് കൊടുത്തത്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് കേട്ടോ. SNDP ആ സമയത്ത് സഹായിച്ച 2 പത്രങ്ങളാണ് സുജനനന്ദിനിയും